ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം. ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ, CPM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N രാജീവൻ തുടങ്ങിയവരാണ് മന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. വ്യാഴാഴ്ച മന്ത്രിയെ പ്രതിരോധിച്ച് പത്തനംതിട്ടയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനിരിക്കെയാണ് നീക്കം. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. മിഥുൻ, ഈ മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ കോട്ടയം സംഭവത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അതിൽ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പ്രസ്താവന അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഒരു MLA ആകാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന രീതിയിലായിരുന്നു ജോൺസന്റെ പ്രസ്താവന വന്നത്. ഇതിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി, അല്ലേ? നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കകത്തു നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഉയരുന്നു എന്നുള്ളത് അങ്ങേയറ്റം CPM-നെ പ്രതിരോധത്തിലാക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ രണ്ട് പ്രതിനിധികൾക്കെതിരെ നടപടിക്ക് CPM ഒരുങ്ങുന്നത്. ഇന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിയെ വിമർശിച്ച ഇലന്തൂർ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗവും ഒപ്പം ഇലവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം രണ്ട് അംഗങ്ങൾക്കെതിരെ കർശനമായ നടപടി വേണം എന്നുള്ള ആവശ്യം പ്രതിനിധികളിൽ നിന്നും ഉയർന്നു വന്നത്. ഇവർക്കെതിരെ വരും ദിവസങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. വിഷയത്തിൽ രണ്ടു പേരുടെയും വിശദീകരണം രേഖാമൂലം വാങ്ങാൻ ജില്ലാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാവുകയും പ്രതിനിധികളിൽ നിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഈ രണ്ട് നേതാക്കൾക്കെതിരെ ഉയരുകയും ചെയ്തു. നേതാക്കളുടെ പരാമർശം വലിയ മാനക്കേടാണ് നേതൃത്വത്തിനും സർക്കാരിനും ഉണ്ടാക്കിയതെന്നും മാധ്യമങ്ങൾ പരാമർശങ്ങളെ അവസരോചിതമായി ഉപയോഗിച്ചുവെന്നാണ് ഈ നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചില പ്രതിനിധികൾ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത്. മന്ത്രിയെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണത്തെ എന്തുവിധേനയും നേരിടണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെടുന്നു. ഏത് രീതിയിലും വീണ ജോർജിനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വീണ ജോർജിന്റെ മണ്ഡലത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും BJP-യുടെയും കോൺഗ്രസിന്റെയും എല്ലാ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ നേരിടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പാർട്ടി നേതാക്കളിൽ നിന്നും പ്രാദേശിക നേതാക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങളും മന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തത്. ഈ സാഹചര്യം നിലനിൽക്കെ തന്നെ മന്ത്രിയെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യം അവിടെ നിൽക്കെ തന്നെ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചില മുതിർന്ന അംഗങ്ങൾ മന്ത്രിയുടെ ചില നിലപാടുകൾ സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. മന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലെ മറ്റൊരു പ്രധാന കാര്യം. ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് വിശദീകരണ യോഗം അടുത്ത ദിവസങ്ങളിൽ നടത്താനും തീരുമാനമായിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തിലായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ആറന്മുള മണ്ഡലത്തിൽ മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി വിശദീകരണ യോഗങ്ങൾ നടത്തുക. ഇനിയിപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഈ അച്ചടക്ക ലംഘനം നടത്തി മന്ത്രിക്കെതിരെ പരസ്യ വിമർശനം പ്രതികരിച്ച രണ്ട് നേതാക്കൾക്കെതിരെ, അത് CPM പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ, ഒപ്പം തന്നെ CPM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവും പത്തനംതിട്ട CWC മുൻ ചെയർമാനുമായ N രാജീവ് എന്നിവരാണ് മന്ത്രിക്കെതിരെ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത്. ഈ രണ്ട് ആളുകൾക്കെതിരെയും കടുത്ത നടപടികൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇനിയുള്ള പാർട്ടി നടപടി. കൂടുതൽ പറയുന്നില്ലെന്നും ഇനി പറയിപ്പിക്കരുതെന്നും മന്ത്രി പോലും MLA പോലും ആയിരിക്കാൻ വീണ ജോർജ് അർഹയല്ല എന്നുമൊക്കെയുള്ള കണിശമായിട്ടുള്ള ചില വിമർശനങ്ങളാണ് ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ജോൺസൺ PJ ഫേസ്ബുക്കിൽ എഴുതിയത്. ഇതുകൂടാതെ അത് SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഈ ജോൺസൺ PJ എന്നുള്ളതാണ്. അതുകൂടാതെ മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയായിരുന്നു പത്തനംതിട്ട CWC മുൻ ചെയർമാൻ കൂടിയായ N രാജീവ് പരോക്ഷമായി വിമർശിച്ചത്. സ്കൂളിൽ കേട്ടെടുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് രക്ഷ തേടുമെന്നുമൊക്കെയുള്ള പരിഹാസ രൂപേണയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു രാജീവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ രണ്ട് നേതാക്കൾക്കെതിരെയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നടപടി CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് രേഖാമൂലം ഇതിനുള്ള വിശദീകരണം അടുത്ത ദിവസം 3 ദിവസത്തിനുള്ളിൽ തന്നെ എഴുതി വാങ്ങാനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായിട്ടുണ്ട്. നീലിമ.